ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വീട്ടിൽ ഇതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങളുടെ തുടർച്ച തന്നെ. പ്രിയങ്കയുടെ ആത്മാവിന്റെ കളി തന്നെയാ ഇത്. ഒന്ന് നിർത്തുന്നുണ്ടോ? പ്രിയങ്കയുടെ ആത്മാവ് ഏത് കാലത്ത് നിന്നാ നിങ്ങൾ ഇത് പറയുന്നുള്ള കാര്യം ഓർമ്മ വേണം. എല്ലാ കാലത്തും വീട്ടിലെ ചെറുപ്പക്കാർ ഇതൊക്കെ നിഷേധിച്ചിട്ടേ ഉള്ളൂ. ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളൊക്കെ നിഷേധിച്ചിട്ടില്ലേ? ഏട്ടത്തി, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക എന്റെ ഏട്ടത്തി. അനുഭവങ്ങൾ ചിലതുണ്ടായിട്ടുണ്ട്, പക്ഷേ അത് സൃഷ്ടിച്ചവരെ തെരഞ്ഞാണല്ലോ ഈ നടക്കുന്നത്. എന്താ മുത്തശ്ശിയുടെ പ്രശ്നം? ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഞങ്ങൾ ഉത്തരവാദികളാണെന്ന് കാണിച്ച് ഞങ്ങളെ കണിമംഗലത്ത് നിന്ന് പുറത്താക്കാനുള്ള ഉദ്ദേശമുണ്ടോ മുത്തശ്ശിക്ക്? ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും ചെറിയമ്മയും നാളെ രാവിലെ തന്നെ ഇവിടുന്ന് ഇറങ്ങാം. എന്നിട്ട് കുറച്ചു ദിവസം നിങ്ങൾ നോക്ക്. കണിമംഗലത്ത് ഈ പറയുന്ന യാതൊരു പ്രശ്നവും ഇല്ലെന്ന്. അമ്മ നേരിട്ട് കണ്ട് അമ്മയ്ക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാ. ആര് നിഷേധിച്ചാലും അതിന്റെ തുടർച്ച തന്നെയാ നടക്കുന്നത്. രാധികയെ രക്ഷിക്കണമെന്ന് സത്യസന്ധമായിട്ട് അമ്മയ്ക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം കാണാൻ എല്ലാവരോടുമായിട്ട് പറയുക വേണ്ടത്. ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ, പക്ഷെ അതിന്റെ പേര് കർമ്മങ്ങളൊന്നും ചെയ്യാതെ മാറി നിന്ന പ്രിയപ്പെട്ട മരുമോളെ ചിലപ്പോ ഇല്ലാതാവും. ഒന്ന് നിർത്താനാ പറഞ്ഞ ചെറിയമ്മേ. വരുൺ, ഇനി ഇക്കാര്യത്തിൽ സംസാരം വേണ്ട. ചിലതൊക്കെ ഞാനും അനുഭവിച്ചിട്ടുള്ളതാ. അമ്മേ, വരുണിന്റെ അധികം പുതിയ കുട്ടികളാ. ആത്മാവിന്റെ സാന്നിധ്യം ഇല്ലെന്നൊക്കെ ഇവര് പറയും. പക്ഷെ അമ്മ ആ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. നമുക്കിത് പരിഹരിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ തർക്കം പറയുന്നില്ല. ഇനി ഒരാളും ഇക്കാര്യത്തിന് വേണ്ടി തർക്കിക്കണ്ട. അച്ഛനോട് ഞാൻ കാര്യങ്ങൾ സംസാരിക്കാം. അച്ഛൻ എടുക്കുന്ന തീരുമാനം എന്താണോ അതെല്ലാവരും അനുസരിക്കണം. മനസ്സിലായോ? എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ അങ്ങ് ചെയ്യേ. മോളുടെ നന്മയെ കരുതിയാ പറയുന്നേ. ഇതിൽ നിന്ന് നമുക്ക് മാറിയേ പറ്റൂ.